ബഹുമാന്യം ഏവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. ഇന്ത്യ മഹാരാജ്യം ഇന്ന് കാണുന്ന നിലവിലേക്ക് രൂപപ്പെടുന്നതിനും ആധുനികതയോട് ചേർന്ന് മൂല്യാധിഷ്ഠിതമായ ഒരു സമീപനം ആർജിച്ചെടുക്കുന്നതിൽ സുവിശേഷം വഹിച്ച പങ്ക്, ബൈബിളും അതിൻ്റെ പ്രചാരകരും നടത്തിയ ഇടപെടലും സ്വാധീനവും ഈ ഘട്ടത്തിൽ സ്മരിക്കുന്നത് ഉചിതം എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ത്യയിലേക്ക് പലതരം ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ വന്നിട്ടുണ്ട്. ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഒടുവിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. ഈ കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയിൽ അവരാധിപത്യം ഉറപ്പിക്കുകയും ഇന്ത്യക്കാരെ നന്നായി ചൂഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെയും സുവിശേഷ പ്രവർത്തകരെയും അഥവാ മിഷനറി സംവിധാനങ്ങളെയും കൂട്ടി വായിച്ചുകൊണ്ടുള്ള വിഷലിപ്തമായൊരു ചരിത്ര രചനയ്ക്കോ ചരിത്ര വ്യാഖ്യാനത്തിനോ ആണ് പലപ്പോഴും ചരിത്ര പഠിതാക്കളോ വക്താക്കളോ ഒക്കെ കരുതുന്നതോ ശ്രമിക്കുകയോ ചെയ്യുന്നത്. അവർക്ക് തന്നെ അറിയാം അതങ്ങനെയല്ല. എന്നിരുന്നാലും ചെറുക്കപ്പെടേണ്ടതോ വെറുക്കപ്പെടേണ്ടതോ ഒന്നായ പാശ്ചാത്യ സ്വഭാവമുള്ള ഒന്നാണ് സുവിശേഷമെന്നും വർജിക്കേണ്ടതാണ് അതിൻ്റെ ചിന്തയെന്നും ആരോ ഇത്തരം ആളുകളോട് പറയുകയോ ഇടപെടുകയോ ചെയ്തിട്ടുള്ള ഒരു സമ്മർദ്ദത്തിൻ്റെ വൈക്ലഭ്യം അത്തരം നിരീക്ഷകരുടെ പഠനങ്ങളിലും വിശകലനങ്ങളിലും ആവിഷ്കരണങ്ങളിലും കാണാൻ കഴിയുന്നു എന്ന നിർഭാഗ്യകരമായ ഒരു അവസ്ഥ നമുക്ക് മുമ്പിലുണ്ട്. ഏതായിരുന്നാലും ഒരിക്കലും ഇത്തരം സത്യങ്ങളെ നിങ്ങൾക്ക് ഇരുട്ടുകൊണ്ട് കോട്ടയടയ്ക്കാൻ പാടില്ല എന്ന ഒരു സാമാന്യ തത്വം വച്ച് വീക്ഷിച്ച് ഒരു നിഗമനത്തിലെത്താനായിട്ട് സാധിക്കും. ഏതൊക്കെ മേഖലകളിലാണ് സുവിശേഷവും വിശുദ്ധ ബൈബിളും അതിൻ്റെ പ്രചാരകരും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പുരോഗതിക്ക് അധ്വാനിച്ചത്, അത് പറയാൻ ഒരു വസ്തുത ഒന്നുകൂടി വ്യക്തത വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെത്തിയത് എന്ന് ചോദിച്ചാൽ, അവരെന്തെല്ലാം പുരോഗതി നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം തീർച്ചയായും നമ്മുടെ ഉൽപ്പന്നങ്ങളെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കുക എന്നതായിരുന്നു. അവർ സ്കൂൾ നടത്തിയതും അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചതും റെയിൽവേ ഉണ്ടാക്കിയതും ഒക്കെ അഭിനന്ദനാർഹമാണ്. എന്നാൽ അവർക്കൊരു കച്ചവട ലക്ഷ്യമുണ്ടായിരുന്നു. അത് ഇതിൻ്റെ തിക്താനുഭവങ്ങൾ ഇന്ത്യ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മറുവശത്ത് ഇവർക്ക് ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ഇവരോട് ചേർന്ന് ഈ ചൂഷണത്തിൻ്റെ പങ്ക് പറ്റുകയും ചെയ്ത ഒരു സമൂഹം ഇവിടുണ്ട്. അതാരാണെന്നറിയില്ല. അതുവരെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന 600-ലധികം വരുന്ന നാട്ടുരാജാക്കന്മാരാണ്. അവർ പലതരം കരങ്ങൾ പിരിച്ച് നമ്മെ ബുദ്ധിമുട്ടിച്ചു. 108 വിധ കരം തിരുവിതാംകൂർ രാജാക്കന്മാർ മാത്രം പിരിച്ചിട്ടുണ്ട്. ഏഴ, ഓഴ, അംഗം, ചുങ്കം, കാട്ടുപോകം, തലക്കരം, മുലക്കരം, മുടിക്കരം, നടക്കരം, കുടിക്കരം, ഇങ്ങനെ പേരുകൊണ്ട് പോലും നമുക്കത്ര പരിചിതമല്ലാത്ത വിധത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൊള്ളയടിക്കുന്ന പരിസ്ഥിതി ഉണ്ടായി. സത്യത്തിൽ ബ്രിട്ടീഷുകാർക്ക് അതുപോലെ നാട്ടുരാജാക്കന്മാർക്കും മുമ്പിൽ ഒരുപോലെ ഇരയായിത്തീർന്നത് പ്രജകളെന്ന് അന്ന് കണക്കൂട്ടിയിരുന്നു. ഇന്നും ചില ആളുകൾ പ്രജകൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളിന്ന് പൗരന്മാരാണ്. പ്രജകളെന്ന് കണക്ക് കൂട്ടുന്ന സാധാരണ മനുഷ്യരായി. അതൊരു വശത്ത്. അപ്പോൾ അതുവരെയുള്ള ഇന്ത്യയുടെ ഒരു പരിസ്ഥിതിയുടെ ചെറിയ ഉദാഹരണമായി നമുക്ക് കേരളത്തെ തന്നെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. മനോഹരമാണ് കേരളം. കാരണം ദീർഘമായൊരു കടലോരം അതിനുണ്ട്. മറുവശത്ത് സഹ്യപർവ്വത നിലകളുണ്ട്. അങ്ങനെ ഇന്ത്യയോട് ചേർന്ന് ഇന്ത്യയുടെ തന്നെ ഭാഗമെങ്കിലും വേറിട്ട് കിടക്കുന്ന ഒരു സംസ്കൃതി, ഒരു ഭൂമിശാസ്ത്ര ഘടന ആ നാടിനുണ്ടായിരുന്നതുകൊണ്ട് ബാർബോസയെപ്പോലെ ഒക്കെ ഉള്ള പ്രമുഖരായ യാത്രികർ വരുന്ന വഴിക്ക് കേരളത്തിൽ, അതുപോലെ പാൻറ്റീനസിനെ പോലെയുള്ള ആളുകളുമൊക്കെ നമ്മുടെ നാട്ടിൽ വരികയും ഇന്ത്യയെക്കുറിച്ച് പൊതുവിലും കേരളത്തെക്കുറിച്ച് സവിശേഷമായി അവർ യാത്രാ വിവരണങ്ങളിൽ എഴുതുകയും ഒക്കെ ചെയ്ത അറിവുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ തന്നെ നിൽക്കുന്ന ആ വിശകലനങ്ങൾക്കൊപ്പം ഒരു കാര്യം പറയാതെ വയ്യ. ദീർഘമായൊരു കേരള ചരിത്ര പ്രതിപാദനത്തിന് നമ്മുടെ മുമ്പിൽ അവസരമില്ല. എന്നാൽ ഒന്ന് പറയട്ടെ, കേരളത്തിലെ രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ അധപ്പതനം ചോളന്മാരുടെ ആക്രമണത്തോടു കൂടിയാണ്.
ഈ സാമ്രാജ്യം എന്നൊക്കെ ഒരു പദം ഹിസ്റ്റോഗ്രഫിയുടെ, അതായത് ചരിത്ര നിർമ്മിത സമീപനത്തിൻ്റെ ആധുനിക കാഴ്ചപ്പാടിനോട് ചേർന്ന് പോകുന്നതല്ല. കാരണം ബ്രിട്ടൻ പോലെയോ ഒക്കെയുള്ള തുർക്കി പോലെയൊക്കെയുള്ള ഒരു ബൃഹത് രാജ്യ ഭരണ രീതിയാണ് നമ്മൾ ഈ സാമ്രാജ്യം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് കേരളത്തിലെ ചെറിയൊരു ഭരണകൂടത്തെ പണ്ട് മുതലേ ചരിത്രകാരന്മാർ സാമ്രാജ്യം എന്ന് പറഞ്ഞു വന്നതുകൊണ്ട് ഞാനും അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. ചേര സാമ്രാജ്യത്തെ ചോളന്മാർ ആക്രമിക്കുന്നു. അതിനുശേഷം ചേര സാമ്രാജ്യം പരാജയപ്പെടുമ്പോൾ ഏകദേശം 60-ലധികം ചെറുകിട രാജാക്കന്മാർ കേരളത്തിലുണ്ടാവുകയാണ്. ഈ രാജാക്കന്മാർ നേരിട്ട് ഈ രാജ്യം ഭരിച്ചെങ്കിലും അത് അങ്ങനെ എളുപ്പമായിരുന്നില്ല അവരുടെ ഭരണം. അവർക്ക് ഈ അബ്സല്യൂട്ട് പവർ അല്ലെങ്കിൽ അത്തരം അമിതാധികാരമൊന്നുമില്ല. അങ്ങനെ നിലനിന്നിരുന്നു. കാരണം ഇവരെ നയിച്ചതോ നിയന്ത്രിച്ചതോ മറ്റു ചില ശക്തികളായിരുന്നു. ഇതിലേക്ക് ഞാനൊന്ന് ക്രമേണ വരാം. വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും മന്ത്രതന്ത്രാദികളും വശപ്പെടുത്തി സംസ്കൃതത്തിൽ നല്ല പാണ്ഡിത്യമുള്ള ഒരു വൈജ്ഞാനിക സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ വന്നിരുന്നു. അതാണ് നമ്മളറിയുന്ന ബ്രാഹ്മൺസ്. അപ്പം അവർക്ക് നന്നായിട്ട് സംസ്കൃതം അറിയാം. വിജ്ഞാനത്തിൻ്റെ ഒരു കുത്തക അവരിലാണ്. മാത്രമല്ല ഭൂമിയുടെ കുത്തകയും അവരിലാണ്. പരശുരാമൻ മഴുവെറിഞ്ഞ് കിട്ടിയതാണ് ഈ സ്ഥലം എന്നുള്ള ഒരു ഐതിഹ്യം നിലനിൽക്കുന്നു. ഇന്നത്തെ മനുഷ്യരെയും അത് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അന്നത്തെ ആളുകളെ എത്രയധികം. മാത്രമല്ല അന്നത്തെ സ്വത്ത് എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെതാണ്. ക്ഷേത്രത്തിൻ്റെ സ്വത്തുകൾ ദേവൻ്റെതാണ്. ഈ ദേവനെ പൂജിക്കുന്ന രക്ഷകർത്താക്കളാണ് ശാന്തിമാർ എന്നൊക്കെ വിളിക്കുന്ന ബ്രാഹ്മണരിൽ ഒരു വിഭാഗമാണ്. കാരണം അവരുടെ വീക്ഷണമനുസരിച്ച് ഈ ദേവൻ പ്രായമാവില്ല, എന്നും ഒരേ പ്രായമാണ്. അപ്പോൾ ദേവന് സംരക്ഷകരായി വേണം ആളുകൾ വേണം. അപ്പോൾ ദേവൻ്റെ സംരക്ഷകരാണ് പൂജ ചെയ്യുന്ന തന്ത്രിമാരോ അല്ലെങ്കിൽ പുരോഹിതന്മാർ. അപ്പോൾ ഇവർക്കും സ്വത്തുണ്ട്, രണ്ടു തരം സ്വത്ത്. ഒന്ന് ദേവൻ്റെ പേരിലുള്ള സ്വത്ത് നോക്കി നടത്തുന്നതും ഇവരാണ്. രണ്ട് ഇവരുടെ സ്വന്തം പേരിലുള്ള സ്വത്തും. അപ്പോൾ ദേവൻ്റെ സ്വത്തിനെ ദേവസ്വമെന്നും അതുപോലെ ഇവരുടെ സ്വത്തിനെ ബ്രഹ്മസ്വം, ബ്രാഹ്മണരുടെ സ്വത്ത്. ഇവ രണ്ടും ഭൂസ്വത്ത് ധാരാളമാണ്. ഇതിന് പുറത്തു വരുന്ന ഭൂമിയാണ് രാജാക്കന്മാരുടെ അധീനതയിലുള്ളത്. അതാകട്ടെ പണ്ടാരവക എന്ന് പറഞ്ഞു. ഭണ്ഡാരം അല്ലെങ്കിൽ പണ്ടാരവക, എൻ്റെ അർത്ഥം ട്രഷറി എന്ന് പറഞ്ഞു. ഇത്രയും 3 തരം ഭൂമി നമുക്ക് അന്ന് ഈ രാജ്യത്തുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പതുക്കെ ശക്തി പ്രാപിച്ച് കേരളത്തിലേക്കും വരികയാണ്. കേരളത്തിൻ്റെ മലബാർ അവർ വന്ന് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ നേരിട്ടായി. കൊച്ചിയും തിരുവിതാംകൂറും അടങ്ങുന്ന ഭൂപ്രദേശത്തേക്ക് അവർക്ക് കണ്ണുണ്ടായിരുന്നു. ഡൽഹൌസി പ്രഭു നമ്മുടെ മദ്രാസിൽ പ്രസിഡൻസി അവിടെ ചുമതലപ്പെട്ടിരുന്ന കാലത്ത് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ അല്ലെങ്കിൽ മധുരതാംകൂറിൻ്റെ കൂടി ആധിപത്യത്തിന് ഒരു കരാറിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന 1857 കലാപം രൂപപ്പെട്ടതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിടയ്ക്ക് കേണൽ മൺറോ എന്നറിയപ്പെടുന്ന ഒരു ദിവാൻ കേരളത്തിലെത്തി. അല്ലെങ്കിൽ ഞാൻ കേരളം എന്ന് പറയുന്നത് മലബാർ ഒഴികെയുള്ള കേരളമാണ്. അവിടെ എത്തുകയും ഈ ക്രമേണ നമ്മുടെ ഭരണം ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കേണൽ മൺറോ ഒരളവിൽ ആധുനിക കേരളത്തിൻ്റെ രൂപവൽക്കരണത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം വന്നു ഒരു കാര്യത്തിൽ ഇടപെട്ടത് ഈ ദേവസ്വം കേന്ദ്രീകരിച്ച് വലിയ അഴിമതി നടക്കും എന്ന് കണ്ടുപിടിക്കുകയും 377 ക്ഷേത്രങ്ങളെ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ ഏതാണ്ട് 177 ക്ഷേത്രങ്ങളെയും അങ്ങനെ കണ്ടുകെട്ടി ഈ സ്വത്ത് രാജാവിൻ്റെ അല്ലെങ്കിൽ ഭണ്ഡാരവകയിലേക്ക് അതുകൂടി കൂട്ടിച്ചേർക്കുകയും ഈ 2 ഭൂമി കൃഷി ചെയ്യാൻ സാധാരണ ജനങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു പാട്ടത്തിന്. അപ്പോൾ ഈ കൃഷിഭൂമി അങ്ങനെ കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വർഷം തോറും വലിയ തുക കപ്പം കൊടുക്കണം. അതിന് ഈ കിട്ടുന്ന പൈസ ഒന്നും പോരാ. അപ്പോൾ കൃഷി ചെയ്യാൻ കൂടി ആളുകൾ വേണം. അതുകൊണ്ടുണ്ടാക്കുന്ന നന്മ വിറ്റ് ആ പണം കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കണം. അപ്പോൾ ഈ ഭൂമിയെല്ലാം കർഷകർക്ക് പതിച്ചു കൊടുക്കുകയാണ്, അവരവിടെ പണിയെടുക്കുകയാണ്. അങ്ങനെയാണ് സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഈഴവരും അതുപോലെ മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒക്കെ ഭൂമിയുടെ ഉടമകളാകുന്നത് 1865 പണ്ടാര പാട്ടവക നിയമം
എന്ന പേരിൽ ഒരു നിയമമുണ്ടാകുന്നതോടെയാണ് ഈ ഭൂപതിവ് ആരംഭിക്കുന്നത്. ക്രമേണ ഇവർ സമരം ചെയ്ത് ഈ ഭൂമി അവരുടേതാക്കുകയും ആ ഭൂമി വിൽക്കാനുള്ള അവകാശം ലഭിക്കുകയും അങ്ങനെ ഭൂമി വിൽപ്പനയ്ക്കുതകുകയും ചെയ്തതോടുകൂടി അതുവരെ ഭൂമിയുടെ മീതെ അധികാരമുണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് അത് നഷ്ടമാവുകയും ചെയ്തു. ഘട്ടം ഘട്ടമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ 1869 കേരളത്തിൽ രേഖാമൂലമുള്ള ആദ്യത്തെ ഭൂമി ഇടപാട് 3000 ഏക്കർ ഭൂമിയാണ് മൂന്നാറിൽ കേണൽ മൺട്രോയുടെ മരുമകൻ സെൻറ്റിന് 4 അണ, ഏതാണ്ട് 25 പൈസക്കാണ് 4 അണ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ആണ് കൊടുത്തുകൊണ്ട് ഭൂമി ആധാരം എഴുതുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചൂഷണവും പരസ്പര ചൂഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കെ ഇതിൻ്റെ ആരവാരങ്ങളോട് അധികം ഇടപഴകാതെ ഒരു നിശബ്ദ സമൂഹമായിട്ടാണ് കേരളത്തിൽ സുവിശേഷ പ്രവർത്തകരുടെ ഇടപെടൽ നടക്കുന്നത്. ആദ്യം വന്ന മിഷണറിമാർ കൂടുതൽ ഇടപഴകിയത് പരമ്പരാഗതമായി ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു പോന്നിരുന്ന ഒരു ജനതയോടൊപ്പമായിരുന്നു. അല്ലെങ്കിൽ അർത്ഥാൽ നമ്മൾ ഓർത്തഡോക്സ് എന്നൊക്കെ യാക്കോബെന്നും ഒക്കെ ഇന്ന് പറയുന്ന കത്തോലിക്ക എന്നൊക്കെ ഇന്ന് പറയുന്ന സമൂഹത്തോട് ചേർന്നായിരുന്നു. കത്തോലിക്ക സഭ അത്ര മിഷണറി പ്രവർത്തനങ്ങളോട് വലിയ താല്പര്യമൊന്നും അന്ന് കാട്ടിയില്ല. മാത്രമല്ല കാത്തലിക്സിനോടുള്ള ഒരു വൈരുദ്ധ്യം നിമിത്തം ഓർത്തഡോക്സ് സഭകൾ കുറേ കൂടി ഉയർന്ന ഒരു സമീപനം സുവിശേഷ പ്രവർത്തനങ്ങളോട് പ്രൊട്ടസ്റ്റൻ്റ് സമൂഹത്തോട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ മാവേലിക്കര പടിയോല അത് പ്രസിദ്ധമാണ്. ആ കാലം വരെ ഈ ബന്ധം നിലനിൽക്കുകയും മിഷണറിമാർ അതിനുശേഷം പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ദലിതരുടെയും ആദിവാസികളുടെയും മറ്റ് പിന്നോക്കരുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പരിസ്ഥിതി സംജാതമായി. അപ്പോൾ അതുവരെ കേരളത്തിൽ നിലനിന്നിരുന്നത് കേവലം ഇങ്ങനെ പാട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഭൂമി ഇടപാടിൻ്റെയോ മാത്രം പ്രശ്നമല്ല. സ്വാതന്ത്ര്യമില്ലായ്മ, മനുഷ്യരെ വിൽക്കുന്ന ഏർപ്പാട്, വിദ്യാഭ്യാസ രാഹിത്യം ഇതെല്ലാം നിലനിന്നിരുന്നു. അതുപോലെ കേരളം അന്ന് ഇന്നത്തെക്കാൾ വലിയ പുകയിലയുടെയും കഞ്ചാവിൻ്റെയും കറുപ്പിൻ്റെയും കേന്ദ്രമായിരുന്നു. കഞ്ചാവും കറുപ്പും പുകയില ശ്രീലങ്കയിൽ നിന്നും കഞ്ചാവും കറുപ്പും ഒക്കെ അവിടെ കൃഷി ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ഒരിക്കലും അത് ഗവൺമെൻറ് തന്നെ കൃഷി ചെയ്തിരുന്നു. പിന്നീട് പ്രൈവറ്റ് പാർട്ടികൾക്കും അത് കൃഷി ചെയ്യാനൊക്കെയുള്ള അവസരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അഡിക്ഷൻ നിലനിൽക്കുന്ന ഒരു നാട് അന്നുകൊണ്ടത്. അപ്പോൾ ആ പരിസ്ഥിതിയിൽ നിന്നൊക്കെ തൊഴിലാളികൾ കറുപ്പും ഒക്കെ അടിച്ച് കഠിനമായ പണിയെടുക്കും. ഊഴിയ വേല ഇങ്ങനെയാണ്. കേണൽ മൺട്രോയുടെ കാലത്ത് തന്നെയാണ് ഈ കൂലി കൊടുക്കുന്ന ഏർപ്പാടുണ്ടായത്. അതിനു മുമ്പ് കൂലിയില്ല, ജോലിക്ക് പകരം ഭക്ഷണം. അതിനാ ഊഴിയ വേല എന്ന പ്രയോഗമുള്ളതാണ്. ഇതൊക്കെ നിലനിൽക്കെ തന്നെ ഈ മനുഷ്യസ്നേഹപരമായൊരു തോന്നലും കാഴ്ചപ്പാടും വന്നിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന മനുഷ്യരെയും അവരുടെ ചേരികളും ചാളകളും ഒക്കെ ചെന്ന് സന്ദർശിച്ച് അവരെ മാറ്റിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ, അവരെ രൂപാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സുവിശേഷം പങ്കിടുന്നുണ്ട്. 1854 മധുരതാങ്കൂറിൽ ഒരു തെയ്യത്താൻ എന്നറിയപ്പെടുന്ന മാന്യദേഹത്തോടാണ് ആദ്യമായി ഹോക്സ്വർത്ത് എന്നൊരു മിഷണറി സുവിശേഷം പറയുകയും അദ്ദേഹം നിമജ്ജന സ്നാനം സ്വീകരിക്കുകയും തുടർന്ന് 8 ചേരമർ സമുദായത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തതാണ് രേഖാമൂലമുള്ള ആദ്യത്തെ ക്രിസ്തീയ വിശ്വാസ സ്വാംശീകരണം ദലിതർക്കിടയിൽ നിന്ന് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള പരിസ്ഥിതികൾ ധാരാളമായിട്ട് വരികയും ഇതേപോലെ ഈഴവ സമൂഹത്തിൽ നിന്നും വൻതോതിൽ മതപരിവർത്തനം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ സി കേശവൻ എന്ന SNDP യോഗം നേതാവ് പറയുന്നുണ്ട്, 25,000-ൽ പരം പേര് മതപരിവർത്തനം ലക്ഷ്യമിട്ട് ക്രിസ്ത്യാനിറ്റിയെ സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ ബെഞ്ചമിൻ ബെയ്ലി പോലുള്ള CMSലെ പ്രമുഖരായ ആളുകൾ ജോസഫ് പീറ്റും ബെയ്ലിയും ഒക്കെ ചേർന്നുകൊണ്ട് അത് നിരുത്സാഹപ്പെടുത്തി മടക്കി അയക്കുന്നുമുണ്ട്. കാരണം ആ മാസ് കൺവേർഷനിൽ ക്രിസ്ത്യാനിറ്റി ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ മതപരിവർത്തനം എന്നതിനപ്പുറത്ത് വ്യക്തിയുടെ രൂപാന്തരമാണ് അതിനെ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ക്രമേണ ഇവിടെ കലാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇവിടെ സ്ഥാപിക്കപ്പെട്ട കലാലയങ്ങൾക്കൊപ്പം തന്നെ മറ്റൊന്നുകൂടി കാരണം, ഈ കലാലയങ്ങളിലേക്കും മുമ്പ് പറഞ്ഞ ഈ തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, മൂന്നാർ പോലെയുള്ള തോട്ടങ്ങൾ, കാടമൻ ടീ എസ്റ്റേറ്റ്, അഞ്ചരക്കണ്ടി എസ്റ്റേറ്റ് അങ്ങ് മലബാറിലാണ്. ഇവിടേക്ക് മനുഷ്യർ ധാരാളം അടിമകളാണ് പണിയെടുക്കുന്നത്. ഈ അടിമകൾക്കിടയിലെ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ റോഡ് വേണം. മാത്രമല്ല അവർക്ക് സ്കൂളുകൾ ഉണ്ടാക്കി. ആ സ്കൂളുകൾക്ക് ആദ്യം പുല്ലുമേഞ്ഞതോ ഓലമേഞ്ഞതോ ആയ താൽക്കാലിക കെട്ടിടങ്ങളിൽ നിന്ന് ഓട് എന്ന സങ്കല്പത്തിലേക്ക് വളരുകയും ഓട് ഫാക്ടറികൾ ധാരാളമായിട്ട് ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഓടുണ്ടായി, റോഡുണ്ടായി. ഇന്നും അവർ സ്ഥാപിച്ച ഓട് ഫാക്ടറി നമ്മുടെ
തലശ്ശേരി ഭാഗത്തൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിപ്പോൾ ഓടിനത്ര ഉപയോഗമില്ലെങ്കിൽ പോലും അവയൊക്കെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കലാലയങ്ങളുണ്ടായി, അതുപോലെ റോഡുകളുണ്ടായി, സ്റ്റീമർ ഉപയോഗിച്ചുകൊണ്ടുള്ള കപ്പലുകൾ, ബോട്ടുകൾ ഒക്കെ സജ്ജീകരിച്ചു. ഇങ്ങനെ കാലക്രമേണ ഈ പ്രവർത്തനങ്ങളോട് മിഷണറിമാരും സമരസപ്പെടുകയും പൊതുവിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അഭിവൃദ്ധിയുടെ വഴിയിലേക്ക് നയിക്കുന്ന പരിശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതേ സമയത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ചില പ്രസിദ്ധങ്ങളായ സ്കൂളുകളുണ്ട്. സ്കോട്ട്ലാൻഡ് കാലഘട്ടത്തിൽ അവർ സ്ഥാപിച്ച സ്കൂൾ, പൂനെയിലെ പ്രസിദ്ധമായ സ്കൂളിലാണ് ജ്യോതിബ ഫൂലെ പഠിക്കുന്നത്. ഫൂലെ ശൂദ്രനായിരുന്നു, അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റി. അപ്പോൾ ആധുനികമായ അത്തരം പഠനങ്ങൾ ഫൂലേക്ക് ലഭിക്കുകയും ഫൂലെ സ്കൂൾ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഫൂലെ സ്കൂൾ തുടങ്ങി ഭയങ്കര വിപ്ലവമായി. ഫൂലെയുടെ ഭാര്യ സാവിത്രി ഫൂലെ ജ്യോതിബ ഫൂലെയും ചേർന്നുകൊണ്ട് പൂനെയിൽ തുടങ്ങിയ സ്കൂള് വലിയ പ്രതിസന്ധി നേരിട്ടു. ഇതൊക്കെ ചരിത്രത്തിലുള്ള കാര്യമാണ്. ഇതേ സമയത്ത് ബ്രിട്ടീഷുകാർ തുടങ്ങിയ പ്രമുഖങ്ങളായ 3 പഠന കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അവ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് അതിൻ്റെ സവിശേഷത. കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെയോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയോ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെയോ ഒക്കെ രൂപത്തിൽ തന്നെ അവയിലെ പഠന രീതികളോട് തന്നെ ഇടപിടിക്കത്തക്ക വിധത്തിൽ കൊൽക്കത്ത പ്രസിഡൻസിയിലും അതുപോലെ മുംബൈ പ്രസിഡൻസിയിലും മദ്രാസ് പ്രസിഡൻസിയിലും അവരാരംഭിച്ച കലാലയങ്ങൾ ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. വില്യംഗിരിയെപ്പോലുള്ള മഹാരഥന്മാർ ആരംഭിച്ച സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജുണ്ട്. ഇതുവഴി വ്യാകരണവും മാത്തമാറ്റിക്സും അതുപോലെ ഇംഗ്ലീഷും ഒക്കെ പഠിച്ചു. മറാഠി ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കി. മറാഠി ഭാഷയിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തി. ഇത് ചെയ്യുന്നത് പണ്ഡിത രമാബായിയാണ്. ഇപ്പോൾ രമാബായിയെപ്പോലൊരാൾ ഇവിടെ പ്രവർത്തിക്കുകയാണ്. തിരുനെൽവേലി കേന്ദ്രീകരിച്ച് വലിയ ആത്മീയ മുന്നേറ്റങ്ങളുണ്ടായി. ഈ ആത്മീയ മുന്നേറ്റങ്ങൾ 2 കാര്യങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നു. ഒന്ന്, അച്ചടക്കാധിഷ്ഠിതമായ ഒരു ജീവിതം. പുകവലിയില്ല, മദ്യപാനമില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആദർശ ജീവിതത്തെ മിഷണറിമാർ പഠിപ്പിച്ചു. ശുചിത്വബോധം ആ കൂടെ തന്നെ. കാരണം നിങ്ങൾ സമൂഹത്തിലേക്ക് ഇടപഴകേണ്ടവരാണ്, ആഴ്ചയിലൊരിക്കൽ ആരാധനയ്ക്ക് വരേണ്ടവരാണ്. എങ്ങനെ ശരീരത്തെ പരിഷ്കരിക്കണം, എങ്ങനെ മാന്യമായ വസ്ത്രം ധരിക്കണം, എന്താകണം വീട്ടിലെ ഭക്ഷണം, കുട്ടികളെ എങ്ങനെ വളർത്തണം, ഈ കുടുംബ സംവിധാനം നിലനിന്നിരുന്നു. അതുപോലെ തന്നെയാണ് അടുത്തത് കലാലയങ്ങളിലെ പഠനം. ആ പഠനത്തിൻ്റെ ലക്ഷ്യത്തെ വിമർശിച്ചുകൊണ്ട് ചരിത്രകാരന്മാർ വരുന്നുണ്ട്. അതിലവർ പറയുന്ന ന്യായം കേവലം മതപരിവർത്തനമായിരുന്നു അവരുടെ ലക്ഷ്യമെന്നാണ്. ഇനി ലക്ഷ്യം സുവിശേഷത്തിൻ്റെ ഇത്തരത്താലുള്ള ഒരു ബോധവൽക്കരണമാണെങ്കിൽ കൂടി മനുഷ്യരാശിയുടെ, വിശേഷിച്ച് ഇന്ത്യൻ ജനതയുടെ സമഗ്രമായ പുരോഗതിക്കും അഭിവൃദ്ധിക്കും എങ്ങനെയെല്ലാം അത് പരോക്ഷമായി പ്രയോജനപ്പെട്ടു എന്നത് ഇവർ കാണുന്നില്ല എന്ന ഒരു ദുഃഖവും ഈ സമയത്ത് ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ശ്രീ KR നാരായണനെപ്പോലെ, ഡോക്ടർ പൽപ്പുവിനെപ്പോലെ, ശ്രീ നാരായണ ഗുരുവിനെപ്പോലെയൊക്കെ ഉള്ള പ്രമുഖർ സൃഷ്ടിക്കപ്പെട്ടത് ഈ സുവിശേഷത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. കൂടുതൽ വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ അവസരമില്ല. എങ്കിലും ഇങ്ങനെ പറഞ്ഞ് ഉപസംഹരിക്കട്ടെ. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പരിഷ്കരണത്തിൻ്റെ ഭാഗമാണ് മാനവികത എന്ന ചിന്ത. ആ മാനവികത എന്ന ചിന്ത നൽകുന്നതിൽ ഇന്ത്യൻ പുരാണങ്ങളും ദർശനങ്ങളും പരാജയപ്പെട്ടെടുത്ത് ഭൂമുഖത്തെ സകല മനുഷ്യരും ഒരുത്തനിൽ നിന്ന് രൂപപ്പെട്ടുവെന്നും മനുഷ്യരാശി ഒരേ ഭാഷയുടെ അനുഗാമികളായിരുന്നെന്നും പിൽക്കാലത്തവ പിരിഞ്ഞെന്നും അവൻ ഒരു ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ ഒരുത്തൽ നിന്ന് മനുഷ്യരാശിയെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു എന്ന് പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാർവത്രിക കാഴ്ചപ്പാടിൻ്റെ സുവിശേഷം അവർ പ്രചരിപ്പിക്കുകയും ഭാഷയുടെ അതിർവരമ്പുകൾ അതിനെ ലംഘിച്ചുകൊണ്ട് വ്യാകരണങ്ങൾ, അതുപോലെ നിഘണ്ടുക്കൾ ഇവ രൂപപ്പെടേണ്ടത് ആവശ്യമാണെന്നും ഭാഷയിലെ അറിവ് കേവലം ഭാഷാപരമായ ജ്ഞാനത്തിൽ ഒതുങ്ങേണ്ട വൈജ്ഞാനികമായ ഒന്നൊന്നില്ലെന്നും അതിൻ്റെ പ്രായോഗികതയുടെ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നും അങ്ങനെ വൈദ്യശാസ്ത്രമാകട്ടെ, സാമൂഹ്യശാസ്ത്രമാകട്ടെ, രാഷ്ട്രമീമാംസയാകട്ടെ, ഭാഷാ പഠനമാകട്ടെ, ശാസ്ത്ര ഗവേഷണമാകട്ടെ, സാങ്കേതികതയാകട്ടെ, ഇന്ന് കാണുന്ന ഇന്ത്യ ഈ വിധത്തിൽ രൂപവൽക്കരിച്ചതിൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലങ്ങളിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിച്ചതിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് അന്നത്തെ മിഷണറിമാർ സ്ഥാപിച്ച കലാലയങ്ങളായിരുന്നു.